ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ നാഷണൽ ഡേ ഉണ്ടല്ലോ, ഖത്തർ നാഷണൽ ഡേ. ഇപ്പോൾ 4 വർഷത്തിന് ശേഷമാണ് നാഷണൽ ഡേക്ക് പരേഡും കാര്യങ്ങളൊക്കെ. അപ്പം എല്ലാവരും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ 1-2 തരത്തിലുള്ള ആൾക്കാരെ പറഞ്ഞുതരാം. ഫസ്റ്റ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഈ 4 വർഷത്തിന് ശേഷമുള്ള ഒരു പരേഡ് എന്തായാലും കാണണം എന്ന് പറഞ്ഞാൽ മിസ്സാക്കാതെ 5 മണിക്ക് തന്നെ പോയി കുത്തിയിരിക്കുന്ന ആൾക്കാർ. രണ്ടാമത്തെ ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാച്ചിലേഴ്സ് ആയതുകൊണ്ട് പോകാൻ പറ്റാത്ത ആൾക്കാർ, ഫാമിലീസിന് മാത്രമേ എൻട്രി ഉള്ളൂ എന്നാണ് കേട്ടത്. മൂന്നാമത്തെ തരത്തിലുള്ള ആൾക്കാരുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 വർഷത്തിന് ശേഷമുള്ള പരേഡാണ്. അപ്പോൾ എന്തായാലും കൂടുതൽ ആൾക്കാർ വരും, അപ്പോൾ നിറച്ച ആൾക്കാരായിരിക്കും, ആകെ പെടും അവിടെ പോയിട്ട്. അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെ വിചാരിച്ചിട്ട് പോകാണ്ടിരിക്കുന്ന ആൾക്കാർ. ഞാൻ ആ മൂന്നാമത്തെ ഗണത്തിൽപ്പെട്ടാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ആടെ നിറച്ച ആൾക്കാരായിരിക്കും. എനിക്ക് ഓവർ റഷായിട്ടുള്ളൊരു അവസ്ഥ ഇഷ്ടമല്ല. ഭയങ്കരമായിട്ട് തിക്കും തിരക്കും ആയിരിക്കും. പിന്നെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ, 7:30 ക്ലോസ് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈം അത്രയും നമ്മൾ പോസ്റ്റ് ആവും എന്നൊക്കെ വിചാരിച്ച് പോകാണ്ടിരുന്ന കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ ഇന്ന് കണ്ട കാഴ്ച, രാവിലെ കണ്ട കാഴ്ച എന്ന് വെച്ചാൽ നാഷണൽ ഡേക്ക് ഞാൻ കണ്ട കാഴ്ച ഇതാണ്. ചെറുതായിട്ടൊരു ഹെലികോപ്റ്റർ പരേഡ്, ഇത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതെന്നെ നല്ല എക്സൈറ്റിംഗ് ആയിരുന്നു മനസ്സിലാക്കുന്നൊക്കെ. അവന് നല്ല ഇതെന്താ ഇത്രയും ഹെലികോപ്റ്റർ എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ നെയ്ബേഴ്സും എല്ലാവരും പോകാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഞാൻ മാത്രമല്ല, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒപ്പിച്ച് വീഡിയോയാണ് ഫസ്റ്റ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.